യു.ഡി.എഫിനെയും എൽ.ഡി.എഫിനെയും കടുത്ത ഭാഷയിൽ വിമർശിച്ച് ബി.ജെ.പി നേതാക്കൾ. സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത് സംസ്ഥാനം മാറി മാറി ഭരിച്ച ഇടത് വലത് മുന്നണികളെന്ന് പാർലമെന്ററി പാർട്ടി നേതാവ് ബി ഗോപകുമാർ കുറ്റപ്പെടുത്തി. അധികാരത്തിൽ എത്തുമ്പോഴെല്ലാം സംസ്ഥാനം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് കാണിച്ച് ഇരു മുന്നണികളും ധവളപത്രം പുറത്തിറക്കാറുണ്ട്. എന്നാൽ മറുപക്ഷം അത് തെറ്റാണെന്ന് വാദിക്കുകയുമാണ് പതിവെന്നും ചാത്തന്നൂർ എം.എൽ.എയും ബി.ജെ.പിയുടെ നിയമസഭാ കക്ഷി നേതാവുമായ ഗോപകുമാർ പറഞ്ഞു. ഇതിന് ആവശ്യമായ പരിഹാരങ്ങൾ ഇരുകൂട്ടരും മുന്നോട്ട് വയ്ക്കുന്നില്ല. ബി.ജെ.പി പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിലാണ് ഈ കാര്യം ഗോപകുമാർ വ്യക്തമാക്കുന്നത്. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് കൃത്യമായി ഫണ്ട് നൽകുന്നില്ലെന്ന കാര്യത്തിൽ മാത്രമാണ് ഇരു മുന്നണികളും യോജിക്കുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു. എൽ.ഡി.എഫ് സർക്കാർ കാലാവധി പൂർത്തിയാക്കി പടിയിറങ്ങുമ്പോൾ ട്രഷറിയിൽ ഏകദേശം 6,000 കോടി രൂപ ബാക്കിയുണ്ടായിരുന്നു എന്ന് മുൻ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവകാശപ്പെടുമ്പോൾ വെറും 2,000 കോടി രൂപ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വാദിക്കുന്നതെന്നും ഗോപകുമാർ ചൂണ്ടിക്കാട്ടി. നിയമസഭകളിൽ നടക്കുന്ന ചർച്ചകളിൽ കേന്ദ്ര സർക്കാർ കൃത്യസമയത്ത് തന്നെയാണ് സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നതെന്ന് ഇരു മുന്നണികളും പലപ്പോഴും സമ്മതിക്കാറുണ്ടെന്നും എന്നാൽ പൊതുജനങ്ങളെ വഴിതിരിച്ചുവിടാൻ വേണ്ടി അവർ കേന്ദ്ര സർക്കാരിനെ നിരന്തരം കുറ്റപ്പെടുത്തുകയാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. വി.ഡി. സതീശൻ സമർപ്പിച്ച ധവളപത്ര പ്രകാരം സംസ്ഥാനത്തിന്റെ വരുമാനത്തിന്റെ 90% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയവ നൽകാനാണ് ഉപയോഗിക്കുന്നതെന്നും വികസന പ്രവർത്തനങ്ങൾക്കായി വെറും 10% മാത്രമാണ് ബാക്കിയുള്ളതെന്നും പറഞ്ഞ ബി.ജെ.പി നേതാവ് അങ്ങനെയാണെങ്കിൽ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പരാമർശിച്ചിരിക്കുന്ന പദ്ധതികൾ എങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കുമെന്നും ചോദിച്ചു. കിഫ്ബി വഴിയെടുത്ത കടം ഉൾപ്പെടെ കേരളത്തിന്റെ യഥാർത്ഥ പൊതുകടം എത്രയാണെന്ന് വ്യക്തമാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും ഗോപകുമാർ അവകാശപ്പെട്ടു. മുഖ്യമന്ത്രി തന്റെ ശ്വേതപത്രത്തിൽ അവകാശപ്പെടുന്നത് പോലെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ പൊതുകടമുള്ള സംസ്ഥാനമായി കേരളം മാറിയതിന് ആരാണ് ഉത്തരവാദിയെന്ന് അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിച്ച ഇടതുപക്ഷ സർക്കാരിന്റെ തെറ്റായ സാമ്പത്തിക മാനേജ്മെന്റാണ് സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായി തകർക്കുന്നതെന്ന് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനും നേമം മണ്ഡലത്തിൽ നിന്നുള്ള എം.എൽ.എയുമായ രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ശ്വേതപത്രം ഉന്നയിച്ചിരിക്കുന്ന വാദങ്ങൾ എത്രത്തോളം സത്യമാണെന്നതിലും രാജീവ് ചന്ദ്രശേഖർ സംശയം പ്രകടിപ്പിച്ചു.